നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 19-ാം തീയതി 1201 ആണ്ട് തുലാമാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രൻ നക്ഷത്രമാണ്. ഉത്രത്തിനൊരു പ്രത്യേകതയുള്ളത് കാർത്തിക, ഉത്രം, ഉത്രാടം ഈ 3 നക്ഷത്രങ്ങളും സൂര്യൻ്റെ ദശയിലാണ് ജനിക്കുന്നത്. സൂര്യനുമായിട്ട് ബന്ധമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സൂര്യ ദിവസവും ആ നക്ഷത്രവും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിശേഷാൽ ഗുണമുള്ള ദിവസമാണ്. കുറച്ചുകൂടി ഐശ്വര്യം കൂടുതലുണ്ടാവും. മറ്റ് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതിനേക്കാൾ സൂര്യനുമായിട്ട് വളരെ ബന്ധമുള്ള ഗ്രഹം. അത് നമുക്ക് വളരെ ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുത്തും. സൂര്യൻ്റെ ബന്ധമുള്ള ദിവസമാണ്. വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, തുലാമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ശോഭിക്കാൻ പറ്റും. പല തലത്തിൽ നമ്മൾ പ്രകാശിക്കും. അത് സാമ്പത്തികമായി പ്രകാശിക്കും, ഔദ്യോഗികമായി പ്രകാശിക്കും, മറ്റ് പ്രശസ്തികളുണ്ടാവും, അംഗീകാരങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റാൾക്കാർ നമ്മളെ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ചെയ്യുന്ന മേഖലയിലെല്ലാം ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രകാശിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. നമുക്ക് ഒരു വർഷം നല്ലതാണ്. ഫലസിദ്ധി ലഭിക്കുന്നതിന് വേണ്ടി സൂര്യഭഗവാനെ തന്നെ പ്രാർത്ഥിക്കണം. നക്ഷത്രദേവനായ സൂര്യനെ പ്രാർത്ഥിക്കണം. സൂര്യ നമസ്കാരം ചെയ്യണം. സൂര്യനെ നമസ്കരിച്ചുകൊണ്ട് പോകണം. എല്ലാ ദിവസവും സൂര്യനെ നമസ്കരിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നമുക്ക് നമ്മളിലുള്ള നെഗറ്റീവ് അകലുകയും കുറച്ചുകൂടി നമുക്ക് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 4:30 മുതൽ 6 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:34 വെറും 4 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 6 മണി 2 മിനിറ്റ് വരെ ഉള്ളൂ. അപ്പോൾ തുടങ്ങുന്നതിൽ 4 മിനിറ്റിൻ്റെ വ്യത്യാസം, തീരുന്നതിൽ അപ്പോൾ ഏകദേശം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഉള്ള അവസ്ഥയിലേക്ക് എത്തി. മറ്റത് ചെറിയ നല്ല വ്യത്യാസത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് രാഹുകാലം എടുത്ത് പറയുന്നതിൻ്റെ പ്രധാന കാരണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഉണ്ട്. ഗുളികകാല സമയത്തിലും ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. 3 മണി മുതൽ 4:30 വരെ എന്ന് ഇട്ടിട്ടുള്ളതിൽ 3:06 തുടങ്ങും. വെറും 6 മിനിറ്റിൻ്റെ വ്യത്യാസം. തീർന്നതിൽ 4:34 തിരിഞ്ഞ് 4 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ചെറിയ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. അതുപോലെ യമകണ്ഠ കാല സമയത്തിലും 12:09 തൊട്ട് 1:38 വരെ അവിടെ 9 മിനിറ്റിൻ്റെ 9ഉം 8 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം, അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട്, എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. 11:45 തൊട്ട് 12:33 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നു ചേരാനും അത് നമ്മളിൽ പ്രകടമാകാനും നമുക്കത് ലഭിക്കാനുമായിട്ട് നമുക്ക് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് മിക്സായിട്ടുള്ളതോ റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ ചുടുകലിൻ്റെ കളറിലോ ഒക്കെ ഉള്ള ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.